ഫോർത്ത് സെമസ്റ്ററിലെ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ മൊഡ്യൂൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമാനിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ വരുന്ന അധിക പേപ്പേഴ്സിലും നമുക്ക് ആൻസേഴ്സ് തിയറി ഫോമിൽ എഴുതാൻ കഴിയും. എന്നാൽ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് എന്ന ഈ പേപ്പറിൽ നമുക്ക് കുറച്ചെങ്കിലും ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആൻസേഴ്സ് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം നമുക്ക് ഏപ്രിൽ ഫസ്റ്റിലെ ഫോർത്ത് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമുക്കിത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡീപ്പായിട്ട് പറഞ്ഞുതരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഹ്യൂമാനിറ്റീസ്, നാച്ചുറൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ചെറിയൊരു നോട്ട്സ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണിത്. എല്ലാ പ്രാവശ്യത്തെ എക്സാമിലും വരാറുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമാനിറ്റീസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് ഇത് മൂന്നിൻ്റെയും ചെറിയൊരു നോട്ട്, ഒരു ഡെഫിനിഷനും അതുപോലെ അതിൻ്റെ ഡിസിപ്ലിൻസും ഇത് രണ്ടും ഷുവറായിട്ടും പഠിച്ചിരിക്കണം. അത് ഞാൻ ചെറിയ നോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ ചെറുതായിട്ടെങ്കിലും അതൊന്നും ബൈ ഹാർട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഷുവറാണ്, 100% ഷുവറാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹ്യൂമാനിറ്റീസ് എന്താണെന്ന് നോക്കാം. Disciplines that study human conditions are generally called humanities. It explains human relations. Humanities include the various branches of knowledge which explore the process of creative internism that humans make in imaginatively interpreting and expressing the meaning of their. For example, various forms of literature such as novels, short stories, poetries. The following disciplines are generally recognized as a part of the humanities: the classics, literature and language, philosophy, religion, arts and history. ഇവയെല്ലാമാണ് ഹ്യൂമാനിറ്റീസിൻ്റെ ഡിസിപ്ലിൻസ്. അടുത്തത് സോഷ്യൽ സയൻസ് ആണ് നോക്കുന്നത്. സോഷ്യൽ സയൻസ് എക്സ്പ്ലെയിൻസ് ആൻഡ് പ്രെഡിക്ട്സ് ദ സോഷ്യൽ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. ഇനി അതിൻ്റെ ഡിസിപ്ലിൻസ് ആണ് പറയുന്നത്. സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് എക്കണോമിക്സ് ആർ ദ ഡിസിപ്ലിൻസ് ഓഫ് സോഷ്യൽ സയൻസ്. ഇവയൊക്കെയാണ് സോഷ്യൽ സയൻസിൻ്റെ ഡിസിപ്ലിൻ. നെക്സ്റ്റ് നാച്ചുറൽ സയൻസ് ആണ്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി എക്സ്റ്റേണൽ നാച്ചുറൽ വേൾഡ് ഈസ് ടേംഡ് ആസ് ദ നാച്ചുറൽ സയൻസ്. ഇൻ ദി സ്റ്റഡി ഓഫ് നാച്ചുറൽ വേൾഡ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് ക്ലിയർലി ആപ്ലിക്കബിൾ. ഇനി ഇതിൻ്റെ ഡിസിപ്ലിൻസ് ആണ് പറയുന്നത്. ആസ്ട്രോണമി, എർത്ത് സയൻസസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ദെയർ റിലേറ്റഡ് സബ്ജക്ട്സ് ആർ ദ ഡിസിപ്ലിൻസ് അണ്ടർ ദ നാച്ചുറൽ സയൻസ്. അപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും എന്താണെന്നും അവയുടെ ഡിസിപ്ലിൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക എക്സാമിന്. ഇത് ഷുവറായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും. ഇനി ബാക്കി പറയാൻ പോകുന്നത് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതും ഇതുപോലെ ചെറിയ ചെറിയ നോട്ടായിട്ടൊന്ന് എഴുതിയെടുക്കുക. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള നോട്ടായിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇതിലും ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അടുത്തത് വാട്ട് ഈസ് സയൻസ്? സയൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഓൾ ദി നാച്ചുറൽ ആൻഡ് സോഷ്യൽ. ഇതാണ് സയൻസിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. അടുത്തത് സയൻറ്റിഫിക് നോളേജ്. സയൻറ്റിഫിക് നോളേജ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് വെരിഫൈഡ് ആൻഡ് വെരിഫയബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഓൾ ഫിനോമിന. Next, science engages in gathering of data in a methodical manner, analysis of data, determination of the relationship between facts, formulation of causal explanations. അടുത്തത് scientific method. The scientific method refers to method of studying with the aim of arriving at a probable certainty rather than the absolute empirically provable truth. അതിൽ scientific method following collection of data, close observe of these facts, formation of hypothesis, verification, formation of theory. അടുത്തത് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നതിൻ്റെ ആൻസർ ആണ്. ലിറ്ററേച്ചർ ഈസ് വൺ ഓഫ് ദി ഡിസിപ്ലിൻസ് കം അണ്ടർ ദ ഹ്യൂമാനിറ്റീസ്. വേരിയസ് ഫോം ഓഫ് ലിറ്ററേച്ചർ സച്ച് ആസ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയട്രി. Human life consists of joy and sorrow, love and hate, like and dislikes, hope and despairs. All the experiences represented in literature
അടുത്തത് ഐഡിയോളജി എന്നാൽ എന്താണെന്നാണ് പറയുന്നത്. ഐഡിയോളജി ഈസ് എ സെറ്റ് ഓഫ് ഐഡിയാസ് വിച്ച് പ്രൊവൈഡ്സ് എ തിയറിറ്റിക്കൽ ആൻഡ് ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക്. ഇറ്റ് വാസ് ഓൾസോ നോ ഫ്രാങ്ക്സ് ഓഫ് ഐഡിയാസ്, ദാറ്റ് ഈസ് ഫാഷണലിസ്റ്റ് ഫിലോസഫി. The Marxist theory used to term to ideology something mysterious and reality. Louis Althusser advanced the Marxist theory on ideology. According to him, ideology more than just a ruling a belief system. Ideology is formed by dispute de Tracy. അടുത്തത് fact. A fact means something that can be shown to be true, to exist or to have happened. The word fact is derived from the Latin word factum. Act of gathering of facts involved selection and choice. This is more social science and humanities. അടുത്തത് history. History is not a study of everything. History is the study of past. But what could be said about past? History is a discipline under the humanities. അടുത്തത് dominant taste. Some tastes and judgments related to taste may be more acceptable and legitimate than others. They could be called dominant taste. Next, taste. Taste as a concept of indicates cultural choices and preferences. It means distinguish between lifestyles. Taste is linked to class and social relations and tastes are linked to values. അടുത്തത് what is values? Values are aggregate set of beliefs about things, objects, ideas or actions that are considered preferable to others. Values are shared by members of a group or society and that helps you members to select important. അടുത്തത് belief. Belief system originated from the social situations. The belief system followed in society are derived the moral actions and the sense of good and bad. The belief system followed in society. Belief system connected religious system. അടുത്തത് positivism. Auguste Comte, the founding father of sociology, advocated positivism. There is no space for guess or superstitious study, spiritual influence. He called for a shift from social philosophy to social science. അടുത്തത് എമിലി ദുർഗീം എന്നത് ആരാണെന്ന് നമ്മൾ പഠിക്കണം. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ മാക്സ് വെബർ വാസ് എ ജർമ്മൻ സോഷ്യോളജിസ്റ്റ്. അതായത് എമിലി ദുർഗീം ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റും മാക്സ് വെബർ ജർമ്മൻ സോഷ്യോളജിസ്റ്റുമാണ്. അത് നമ്മൾ മറക്കരുത്, എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മാക്സ് വെബറാണ് വാല്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രീഡം ഈസ് ദ കോർണർ സ്റ്റോൺ, മാക്സ് വെബേഴ്സ് കോൺട്രിബ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അടുത്തത് ഫിലോസഫി. ഫിലോസഫി ഈസ് ദ സിന്തസിസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് എക്സാക്റ്റ് ആൻഡ് ഇൻഎക്സാക്റ്റ് നോളജ്. അടുത്തത് ആക്സിയോംസ്. The conclusions drawn from experiments in the natural sciences and considered to be true. And last one, hypothesis. A hypothesis is an idea or explanation that is based on a few known facts. അപ്പോൾ ഇത്രയുമാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമാനിറ്റീസ് എന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. പിന്നെ ലാസ്റ്റിൽ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫിലോസഫി ഓഫ് സയൻസ്. അതായത് സയൻസ് എന്താണെന്ന് എഴുതുക. നമ്മൾ ചെറിയ നോട്ട് തന്നിട്ടുണ്ട്, അത് എഴുതുക ആദ്യം. പിന്നെ സയൻസ് എൻഗേജസ് ഇൻ എന്താണെന്ന് എഴുതുക, അവ ഏതൊക്കെയാണെന്ന് എഴുതുക, അതും ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നാച്ചുറൽ സയൻസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡിസിപ്ലിൻസ് എഴുതുക. സോഷ്യൽ സയൻസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡിസിപ്ലിൻസ് എഴുതുക. ഹ്യൂമാനിറ്റീസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡിസിപ്ലിൻസ് എഴുതുക. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിലുണ്ട്. അപ്പോൾ ആ നോട്ട്സ് മാത്രം പഠിച്ച് പോയാൽ മതി ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇവയൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മളിത് നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്കിത് ബൈ ഹാർട്ട് ആവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും എക്സാംസിന് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ആയിരിക്കും നന്നായിട്ട് ഉണ്ടാവുകയെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ നോട്ട്സ് തന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരു വീഡിയോ കൂടെ ഇടുന്നതാണ്. വെറുതെ ടൈം കളയാനില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത്.
അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷനിൽ ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, ബൈ.